So hi guys, we are back again with another interesting video. ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് നോട്ട് ജെഎസ് ആൻഡ് മോങ്കോ ഡി ബി ആണ്. നമ്മുടെ മേൺ സ്റ്റാക്കിന് മെയിനായിട്ട് വരുന്ന മൂന്ന് ഇതാണ് ടോപ്പിക്സ് ആണ് ഇത് നല്ല ഡീപ്പായിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്തു തരും. ഈ ജാവാസ്ക്രിപ്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ തരും, നോട്ട് ജെഎസിന്റെ ഇൻട്രൊഡക്ഷൻ തരും, പിന്നെ മോങ്കോ ഡി ബിന്റെയും ചില മെയിൻ കോൺസെപ്റ്റ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ടൈപ്പ് ആണ്. അപ്പോൾ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് ആൻസർ ബാക്കി അറിയുന്ന ആൾ റിപ്ലൈ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. സോ ഗൈസ്, യു ക്യാൻ എൻജോയ് ദിസ് വീഡിയോ. സോ നമ്മളൊന്നിച്ച് ഐ എം സോറി, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നുപോയി. ഞാൻ ഹർഷാണ്. നടുവിൽ നിൽക്കുന്നത് അഫ്സലാണ്. ആൻഡ് ദിസ് ഇസ് അമൃത ആൻഡ് ദിസ് ഇസ് ശിവ ആൻഡ് നെഹല. സോ നമ്മളെല്ലാവരും മേൺ സ്റ്റാക്ക് ഡെവലപ്മെന്റിന്റെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് കോഡിങ്. Let's start studying about coding. Let's grow. So ആദ്യമായിട്ട് അഫ്സൽ എന്തെങ്കിലും ആദ്യം സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അഫ്സൽ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബെനിഫിറ്റ്സ് ഓഫ് പർപ്പസ് ഓഫ് ക്ലോഷർ. ബെനിഫിറ്റും ക്ലോഷർ എന്ന് വെച്ചാൽ ആദ്യം എന്താന്ന് പറയണ്ടേ? ഓക്കെ. ക്ലോഷർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ആ ഫംഗ്ഷന്റെ ലെക്സിക്കൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ലെക്സിക്കൽ സ്കോപ്പും കൂടി ബൈൻഡ് ചെയ്തെടുക്കുന്നതാണ് ക്ലോഷർ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് ഡാറ്റ എൻകാപ്സുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫംഗ്ഷനകത്ത് മാത്രമാണ് അതിനുള്ള ലോക്കൽ വേരിയബിൾസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പുറത്ത് അതിന് മോഡിഫൈ ചെയ്യാനോ ഒന്നും ചെയ്യാൻ നമുക്ക് അതിന് എന്ത് ചെയ്യാനും നമുക്ക് പറ്റൂല. അതുകൊണ്ട് അത് എൻകാപ്സുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കറിയിങ് എന്നുണ്ട്, അതും ക്ലോഷറിന്റെ ഒരു ബെനിഫിറ്റ്സ് ആണ്. കറിയിങ് എന്ന് പറയുന്നത് എന്താ, മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ്സ് സിംഗിൾ സീക്വൻഷ്യൽ ആയിട്ട് ഓരോ ഫംഗ്ഷന് കൊടുക്കുന്നതാണ് കറിയിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എങ്ങനെ യൂസ്ഫുൾ ആവുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സിംഗിൾ ഫംഗ്ഷന്റെ വാല്യൂ മാത്രം കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ബാക്കിയുള്ള വാല്യൂ ചേഞ്ച് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ കുറെ ചെയ്തിട്ട് ടാക്സ് എല്ലാം പറഞ്ഞു, ടാക്സ് എല്ലാത്തിന്റെയും സെയിം ആയിരിക്കും. അത് ഇപ്പൊ ഒരു ഹോട്ടലിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഫുഡും അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളും അതെല്ലാം അതിന്റെ എല്ലാം പ്രൈസ് ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് ആ ടാക്സ് മാത്രം കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് അതിലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിഫറെന്റ് ആക്കണമെങ്കിൽ നമുക്ക് കറിയിങ് യൂസ് ചെയ്യാം. അതുപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ നമുക്ക് കുറച്ചുകൂടി ഈസി ആവുക ചെയ്യും. നമ്മളൊരു ഫംഗ്ഷനിൽ തന്നെ 1, 2, 3 കുറെ ആർഗ്യുമെന്റ് കൊടുക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി നമുക്ക് റീഡ് ചെയ്യാൻ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ കറിയിങ്ങിൽ എന്താ ചെയ്യുന്നത്, ഓരോ സീക്വൻഷ്യലായിട്ട് ഓരോ ഫംഗ്ഷനും ഓരോ ആർഗ്യുമെന്റ് അല്ലേ കൊടുക്കുന്നത്. അപ്പൊ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് അത് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ് അപ്പൊ വരുന്നത് ക്ലോഷറിന്റെ ബെനിഫിറ്റ്സിൽ? അതെന്ന് പറയുന്നത് ബെനിഫിറ്റ്സിൽ വരുന്നത് മെമ്മോയിസേഷൻ വരുന്നുണ്ട്, അതുപോലെ കറിയിങ് വരുന്നുണ്ട്, പിന്നെ ഡാറ്റ എൻകാപ്സുലേഷൻ വരുന്നുണ്ട്. മെമ്മോയിസേഷൻ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. മെമ്മോയിസേഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷന്റെ റിസൾട്ടിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വീണ്ടും അത് ഇൻപുട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിനെ റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും ആ ഫംഗ്ഷൻ ഫുൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ റിസൾട്ടിനെ മാത്രം നമുക്ക് റിട്ടേൺ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, എന്താണ് ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷൻ? സോ ബേസിക്കലി ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മളെ ഫംഗ്ഷൻ നോർമലായിട്ട് ജാവയിലോ അല്ലെങ്കിൽ സിയിലോ നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിക്കണം. ഫംഗ്ഷന് നമുക്ക് വേറൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാനോ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഫുള്ളി നമുക്ക് അത് വേരിയബിളിൽ അസൈൻ ചെയ്യാം. അത് നമുക്ക് ഫംഗ്ഷന്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷനായിട്ട് ആർഗ്യുമെന്റിലും ഇടാൻ പറ്റും. റിട്ടേൺ വാല്യൂ ആയിട്ട് ഫംഗ്ഷന് എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻസിന് പറയുന്നതാണ് ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷൻ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷനിൽ നമുക്ക് ഹയർ ഓർഡർ ഫംഗ്ഷൻസ് ഉണ്ടാവും, കോൾ ബാക്ക് ഫംഗ്ഷൻസ് ഉണ്ടാവും. അതൊക്കെ ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷന്റെ ഒരു ഇതാണ്, അണ്ടറിലാണ് വരുന്നത്. അത് ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷൻസ് ആയതുകൊണ്ടാണ് ഈ ഹയർ ഓർഡർ ഫംഗ്ഷൻസും കോൾ ബാക്ക് ഫംഗ്ഷൻസ് ഒക്കെ വരാൻ പറ്റുന്നത്. ഈ ഹയർ ഓർഡർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഹയർ ഓർഡർ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റിന്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹയർ ഓർഡർ ഫംഗ്ഷൻ എന്ന് വിളിക്കും. അല്ലാണ്ട് ആർഗ്യുമെന്റിൽ വരുന്ന ആ ഫംഗ്ഷനെ നമ്മൾ കോൾ ബാക്ക് ഫംഗ്ഷൻ എന്നും വിളിക്കും. അങ്ങനെയാണ് ഈ രണ്ട് ഫംഗ്ഷൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക. ശിവ വേറെ ആഡ് ചെയ്യാനുണ്ടോ? ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ശരിക്കും അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഇല്ല. ഒരു ഫംഗ്ഷന്റെ ക്വാളിറ്റിനെയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
ജാവാസ്ക്രിപ്റ്റിൽ ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഫംഗ്ഷൻ ഒന്നുമില്ല. ജസ്റ്റ് ആ ക്വാളിറ്റിയാണ് ഫസ്റ്റ് പറഞ്ഞത്, ഒരു ക്വാളിറ്റിയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ മൊത്തത്തിൽ ഫംഗ്ഷനിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനൊരു ഫസ്റ്റ് ക്ലാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് പ്യുവർ ഫംഗ്ഷൻ? ആൻസർ ചെയ്യുന്നത് ശിവപ്രസാദ് ആൻസർ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്യുവർ ഫംഗ്ഷൻസ്. ഓക്കെ, പ്യുവർ ഫംഗ്ഷൻസ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു സെയിം ഇൻപുട്ടിന് ഒരു സെയിം ഔട്ട്പുട്ട് തരുന്ന ഫംഗ്ഷൻസിനെ നമുക്ക് പ്യുവർ ഫംഗ്ഷൻസ് എന്ന് പറയാം. ഇപ്പോൾ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മളൊരു റിട്ടേൺ കൊടുത്തിരിക്കുകയാണ് n എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ n എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതിൻ്റെ ഉള്ളിൽ റിട്ടേൺ എന്തോ വർക്ക് ചെയ്യാന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ നമുക്ക് 5 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് നമ്മളൊരു ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്ന ഫംഗ്ഷനിലേക്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? 25 ആയിരിക്കും. സോ ഒരൊറ്റ സിംഗിൾ ഇൻപുട്ടിന് ഒരു സിംഗിൾ ഔട്ട്പുട്ടാണ് വരുന്നത്. സോ ബേസിക്കലി അതാണ് ഈ ഒരു പ്യുവർ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. സോ പ്യുവർ ഫംഗ്ഷൻസ് ഉണ്ട്, ഇംപ്യുവർ ഫംഗ്ഷൻസ് ഉണ്ട്. സോ അതിൽ ഇംപ്യുവർ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇൻപുട്ടാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും മൾട്ടിപ്പിൾ ഔട്ട്പുട്ട്സ് വരാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ഔട്ട്പുട്ട്സ് വരാം. അങ്ങനെയുള്ള കൺസേൺസിലോ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഫംഗ്ഷൻസിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപ്യുവർ ഫംഗ്ഷൻസ് എന്നുള്ളത്. ഇത്രയാണ് ബേസിക്കലായിട്ട് പറയാനുള്ളത്. അതുപോലെ ഒരു ഫംഗ്ഷന് ഇപ്പൊ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് വീണ്ടും ആ സെയിം ഇൻപുട്ട് തന്നെ ഒക്കർ ചെയ്യുന്ന സമയത്ത് സെയിം റിസൾട്ട് തന്നെ ഒക്കർ ചെയ്യണമെന്നല്ലേ പ്യുവർ ഫംഗ്ഷന്റെ റൂൾസ് എന്ന് പറയുന്നത്? സോ ബേസിക്കലി അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഏതൊക്കെ ടൈപ്പ് ഫംഗ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫംഗ്ഷൻസ് എഴുതുക എന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് ആണ്, നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു മെയിൻ വർക്കിംഗ് എന്ന് പറയുന്നത് കൂടുതലും ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അതിലൊരു 4-5 ടൈപ്പ് മെയിൻ ഫംഗ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വന്ന് എല്ലാവർക്കും നല്ല അറിയുന്നത് തന്നെ നെയിംഡ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ നെയിംഡ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നെയിംഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വേറൊന്നുമില്ല, നിങ്ങളൊരു ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് എഴുതിയതിനു ശേഷം അവിടെ എന്തെങ്കിലും ഒരു പേരിട്ടിട്ടായിരിക്കും നിങ്ങൾ ആ പാരന്തസിസ് കൊടുക്കുന്നുണ്ടാവുക. സോ അങ്ങനെ ആ പേരിട്ട് കൊടുക്കുന്നതിനെ നമുക്ക് നെയിംഡ് ഫംഗ്ഷൻസ് എന്ന് പറയാം. പിന്നെ വരുന്നതാണ് ഈ ഒരു ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്നുള്ളത്. സോ എക്സ്പ്രഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷനെ അതിൻ്റെ ഉള്ളിൽ ഒരു കൺസോൾ ഡോട്ട് ലോഗ് ഹായ് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചു. ആ ഒരു ഫംഗ്ഷനെ നമ്മളൊരു വേരിയബിളിലേക്ക് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. അതിനെ പറയുന്നതാണ് എന്ത്? ഫംഗ്ഷൻ എക്സ്പ്രഷൻ എന്നുള്ളത്. പിന്നെ വരുന്ന ഒന്നാണ് അനോണിമസ് ഫംഗ്ഷൻ. സോ ES6 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്ന ആരോ ഫംഗ്ഷൻസ് ആണ്. ഈ ആരോ ഫംഗ്ഷൻസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഈ ആരോ ഫംഗ്ഷൻസിൽ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് അനോണിമസ് ഫംഗ്ഷൻസ് ആയിരിക്കും. അങ്ങനെ കുറച്ച് ഫംഗ്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നെയിംഡ് ഫംഗ്ഷൻ, ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറയുന്നതൊക്കെ സെയിം തന്നെയാണ്. അങ്ങനെ കുറച്ച് നിങ്ങൾക്ക് ഓരോരോ ക്വസ്റ്റ്യൻ ഒക്കെ കാണുന്ന സമയത്ത് ഇതേമാതിരി കുറെ പേരുകൾ കാണാൻ സാധിക്കും. പക്ഷെ ഒക്കത്തിനും വരുന്ന ഒരു ബേസിക് ലൈൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മെയിൻ ആയിട്ടുള്ള ഈ ഒരു 3 ഫംഗ്ഷൻസ് പഠിച്ചാൽ തന്നെ ഏകദേശം നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റിൽ വരുന്ന ഫംഗ്ഷൻസോൾ ഒരുപാട് മനസ്സിലാവുന്നുണ്ട്. ജസ്റ്റ് എങ്ങനെ എഴുതുക, ഏത് ടൈപ്പ് ഫംഗ്ഷൻ ആണ് എന്നുള്ളത് മാത്രം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, എന്താണ് ഡീപ്പ് ക്ലോണിങ് ആൻഡ് ഷാലോ ക്ലോണിങ്? ഹർഷ ആൻസർ ചെയ്യോ? ബേസിക്കലി ഡീപ്പ് ക്ലോണിങ് അല്ലെങ്കിൽ ഷാലോ ക്ലോണിങ്, അല്ലെങ്കിൽ അതിന് ഡീപ്പ് കോപ്പി, ഷാലോ കോപ്പി എന്ന് വിളിക്കും. ഷാലോ കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ റെഫറൻസ് ആണ് കോപ്പി ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു അറേ ഉണ്ട്, അറേയിലുള്ള കുറച്ച് എംബഡഡ് ഡോക്യുമെന്റ്സ്, എംബഡഡ് അറേയാണ്. അതായത് അറേൻ്റെ ഉള്ളിൽ കുറച്ച് അറേസ് ഉണ്ട്. അപ്പം ആ അറേസിന് നമ്മൾ ഒരു അറേനെ പിന്നെ കോപ്പി ചെയ്യുമ്പോൾ ആ ഡ്യൂപ്ലിക്കേറ്റിൽ നമ്മൾ ചേഞ്ച് ചെയ്താൽ നമ്മൾ ഒറിജിനൽ അറേയിലും ആ വാല്യൂ ചേഞ്ച് ചെയ്യും. അതാണ് ഷാലോ കോപ്പി എന്നുള്ളത് എൻ്റെ മെയിനായിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. അതല്ലാണ്ട് ഡീപ്പ് കോപ്പി ആണെങ്കിൽ നമ്മൾ ഡീപ്പ് കോപ്പിയാണ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീനെ നമ്മൾ ചേഞ്ച് ചെയ്താലും ഒറിജിനൽ കോപ്പി മാറില്ല. ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി മാത്രമേ മാറുള്ളൂ, പക്ഷേ ഒറിജിനൽ കോപ്പി മാറില്ല. സോ ദാറ്റ്സ് ഡീപ്പ് കോപ്പി. അതായത് അഡ്രസ്സ് മാത്രമല്ല കോപ്പി ചെയ്യുക, നമ്മൾ ഫുൾ അഡ്രസ്, സെപ്പറേറ്റ് അഡ്രസ് ആയിരിക്കും ഈ ഡീപ്പ് കോപ്പി ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എലമെന്റിന്. സോ നമ്മൾ ഒബ്ജക്റ്റും അറേസിലാണ് മെയിനായിട്ട് നമുക്ക് ഈ ഡീപ്പ് കോപ്പിയും ഷാലോ കോപ്പിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. നോർമൽ വേരിയബിൾസിൽ ഷാലോ കോപ്പി അങ്ങനെ ഇല്ല, ഡീപ്പ് കോപ്പിയാണ് നോർമലി നടക്കുക. ഈ ഒബ്ജക്റ്റിലാണെങ്കിൽ സാധാരണ നമ്മൾ അസൈൻ ചെയ്യുന്ന പോലെ ചെയ്താൽ ഷാലോ കോപ്പി ആവുക. അല്ലാണ്ട് നമുക്ക് ഡീപ്പ് കോപ്പി ചെയ്യണമെങ്കിൽ
ജേസൺ ഡോട്ട് പാർസ് ജേസൺ ഡോട്ട് ഷ്രിങ്കിഫൈ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ സ്പ്രെഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. സ്പ്രെഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ചാലും പാർഷ്യൽ ഷാലോ കോപ്പിയാണ് ആവുക, അതായത് പാർഷ്യൽ ഡീപ്പ് കോപ്പിയാണ് ആവുക. അതായത് നമുക്ക് ഒരു എംബഡഡ് ഒബ്ജക്റ്റിനുള്ളിൽ വേറൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റിയ അതിലുള്ള ഫങ്ഷൻസ് ഒന്നും കോപ്പി ആവില്ല. ഫങ്ഷൻസ് എല്ലാം കോപ്പി ആവാണ്ടിരിക്കുന്നതാണ് ഷാലോ കോപ്പി എന്ന് പറയാം, സോറി ഡീപ്പ് കോപ്പി അല്ല എന്ന് പറയാം. പിന്നെ ജേസൺ ഡോട്ട് ഷ്രിങ്കിഫൈയും ജേസൺ ഡോട്ട് പാർസിയും ചെയ്താലും ആ ഒരു പ്രശ്നം ഉണ്ടാവും. ഇതെല്ലാം ഈ മൂന്നും പ്രശ്നം ഒഴിവാക്കണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡീപ്പ് കോപ്പി ചെയ്യണമെങ്കിൽ നമ്മളൊരു മോഡ്യൂൾ ഡൗൺലോഡ് ചെയ്യണം, ലോഡാഷ് റിക്വയർ ചെയ്യണം. ലോഡാഷ് എന്നുള്ള ഒരു മോഡ്യൂൾ റിക്വയർ ചെയ്യണം. എന്നിട്ട് ആ മോഡ്യൂൾ വെച്ച് നമുക്ക് ഡീപ്പ് കോപ്പി ചെയ്യാൻ പറ്റും. ആരെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടോ? ഞാൻ പറഞ്ഞ ക്ലിയർ ആയില്ലെങ്കിൽ. അമൃത എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ടോ? ഇതന്നെയാ പറയാനുള്ളത്. മീൻസ് ഡീപ്പ് കോപ്പി എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ലെവലും അതുപോലെ അതിൻ്റെ ഉള്ളിൽ നെസ്റ്റഡ് ലെവലിലും ഡീപ്പായിട്ട് കോപ്പി എടുത്തേക്കുന്നുണ്ട്. ഷാലോ കോപ്പി എന്ന് പറയുന്നത് ഫസ്റ്റ് ലെവലിൽ കോപ്പി എടുത്തിരിക്കുന്നുണ്ട്, നെസ്റ്റഡ് ആയിട്ടുള്ള ലെവലിന്റെ റെഫറൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അതുപോലെ ഇതിൽ ഒരു ഷാലോ കോപ്പിയും ഡീപ്പ് കോപ്പിയും പറയുമ്പോൾ വേറൊരു സാധനം പറയാൻ ഞാൻ വിചാരിക്കുന്നു. ഷാലോ ഫ്രീസ്, ഡീപ്പ് ഫ്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ ഷാലോ ഫ്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലിലുള്ള എലമെന്റ്സിനെ ഫ്രീസ് ചെയ്യാനും നെസ്റ്റഡ് ആയിട്ടുള്ള എലമെന്റ്സിനെ അതിൽ റെഫറൻസ് ഷെയർ ചെയ്യാണ് ഷാലോ ഫ്രീസിൽ ചെയ്യുന്നത്. ഡീപ്പ് ഫ്രീസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഫസ്റ്റ് ലെവലും നെസ്റ്റഡ് ആയിട്ടുള്ള ലെവലും ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീപ്പ് ഫ്രീസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം വരുന്നത് ഇവന്റ് പ്രൊപ്പഗേഷൻ, ക്യാപ്ചറിങ്, ബബിളിംഗ്. സോ ഇവന്റ് പ്രൊപ്പഗേഷൻ, ഇവന്റ് ബബിളിംഗ് ആൻഡ് ക്യാപ്ചറിങ്. സോ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് പറയാം ഇവന്റ് പ്രൊപ്പഗേഷൻ ഉണ്ട്, ഇവന്റ് ഡെലിഗേഷൻ. അങ്ങനെ ഒരു 2 ടൈപ്പായിട്ട് നമുക്ക് തരത്തിരിക്കാം. ഒരു ഇവന്റ് പ്രൊപ്പഗേഷന്റെ ഉള്ളിലാണ് ഇത് വരുന്നത്, ഇവന്റ് ക്യാപ്ചറിങ് അതേപോലെ ഇവന്റ് ബബിളിംഗ്. സോ ബേസിക്കലി എങ്ങനെ പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ HTML പേജിലൊക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ലോഗുകളിലെല്ലാം പ്രിന്റ് ചെയ്യിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. സോ അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് അതൊക്കെ ചെയ്ത് നോക്കാം. സോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കമ്പയർ ചെയ്ത് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ അതിൽ ഇവന്റ് ഞാൻ പറഞ്ഞു ഇവന്റ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഇവന്റ് ബബിളിംഗ് അല്ലെങ്കിൽ ഇവന്റ് ക്യാപ്ചറിംഗ് എന്നുള്ളത്. അതൊരു 3 ഫേസ് ആയിട്ടാണ് ശരിക്കും പോലെ വർക്ക് ചെയ്യുന്നത്. എന്താണ് ഇവന്റ് ബബിളിംഗ് എന്നുള്ളത് ആദ്യം പറയാം. സോ ഇപ്പോൾ നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബട്ടൺ എവിടെയായിട്ട് ഉണ്ടാവുക? HTML പേജിൽ ഏതൊരു ഡിവിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. സോ അതിൽ നിന്ന് ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇവന്റ് ക്യാപ്ചറിങ് അല്ലെങ്കിൽ എന്ത് പറയാം, നമുക്ക് ആ ഒരു ഇവന്റ് ഉണ്ടാവുന്ന ആ ഒരു സമയം അത് നേരെ അതിന്റെ പാരന്റ് ഡിബിലേക്കാണ് പോവുക. ആ പാരന്റ് ഡിബ് അതിന്റെ ബോഡിയിലേക്കാണ്, അതായത് HTML ബോഡിയിലേക്കാണ് പോവുക. അത് HTML ഹെഡിലേക്ക് പോയി അതിനുശേഷം അത് എവിടേക്കാണ് പോവുക? ഡോമിലേക്കാണ് പോവുക. അതായത് ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ എന്നുള്ളത് നമുക്കറിയാം, ഡോം മാനിപ്പുലേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വർക്കുകളും ചെയ്യുന്നത്. സോ ഇങ്ങനെ പോകുന്ന ഒരു പ്രോസസ്സ്, അതായത് ബബിൾ അപ്പ് ചെയ്ത് പോവുകയാണ്, പാരന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ആലോചിച്ചാൽ മതി. അതിനെയാണ് എന്ത് പറയുന്നത്? ഇവന്റ് ബബിളിംഗ് എന്നുള്ളത്. ഇത് നേരെ തിരിച്ച് ആ ഒരു ഡോമിൽ നിന്ന് ഈ ഒരു ബട്ടണിലേക്ക് വരുന്ന ആ ഒരു വേനെ പറയുന്നതാണ് എന്ത്? ഇവന്റ് ക്യാപ്ചറിങ് എന്നുള്ളത്. സോ ബേസിക്കലി 3 ഫേസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഫസ്റ്റ് ഫേസ് ആയിട്ട് പറയുന്നത് ശരിക്കും പോലെ ഈ ഒരു ഇവന്റ് ക്യാപ്ചറിങ് ആയിരിക്കും, അതായത് ഡോമിൽ നിന്ന് അത് ആ ബട്ടണിലേക്ക് വരുന്നത്. പിന്നെ വരുന്നത് ഒരു ഫേസ് 2 എന്ന് പറയുന്ന ടാർഗറ്റ് ഫേസ് ആയിരിക്കും. ഈ ടാർഗറ്റ് ഫേസ് ആണ് എന്ത്? നമ്മുടെ ഈ ഒരു എക്സാമ്പിളിലെ ബട്ടൺ. കാരണം ആ ബട്ടണിലെ ക്ലിക്കിലാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടാവുക? എന്തോ റെസ്പോൺസ് കൊടുത്തിട്ടുണ്ടാവും. സോ ഇവന്റ്സ് എന്ന് പറയുന്നത് അറിയാലോ, അതായത് ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു റെസ്പോൺസ് കൊടുക്കുക, അത്ര ഉദ്ദേശിക്കുന്നുള്ള ഇവന്റ് എന്നുള്ളത്. സോ ആ ടാർഗറ്റ് ഫേസ് ആയിരിക്കും നമ്മുടെ ബട്ടൺ ഉണ്ടാവുക. സോ ആ ബട്ടണിന് അത് മുകളിലേക്ക്, അതായത് പാരന്റിലേക്ക് തിരിച്ച് ഡോമിലേക്ക് പോകുന്നതിന് എന്ത് നമ്മൾ പറയും? ഇവന്റ് ബബിളിംഗ് എന്ന് പറയും. സോ ഇതൊരു സൈക്കിളായിട്ടാണ് കൺസിഡർ ചെയ്താൽ മതി, ഒരു വട്ടത്തിൽ വരച്ചിട്ട് കൺസിഡർ ചെയ്താൽ മതി. സോ ഇതാണ് ഇവന്റ് പ്രൊപ്പഗേഷൻ. ഇനി വരാൻ പോകുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഇവന്റ് ഡെലിഗേഷൻ. സോ എക്സാമ്പിൾ, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്കൊരു ഷോപ്പിംഗ് കാർട്ട് തന്നെ പറയാം. സോ ഷോപ്പിംഗ് കാർട്ടിൽ ഇഷ്ടം പോലെ ഒരു ഡിബുകളുടെ ഉള്ളിൽ കുട്ടി കുട്ടി ഡിബുകളായിട്ട് ഒരുപാട് ഷൂസോ അല്ലെങ്കിൽ ഒരുപാട് ലാപ്ടോപ്സോ അല്ലെങ്കിൽ ഒരുപാട് ഫോൺസോളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ഈ ഒരു ഷൂല് ക്ലിക്ക് ചെയ്താലും മറ്റേ ഷൂല് ക്ലിക്ക് ചെയ്താലും വർക്ക് ചെയ്യേണ്ടത് ഒരേ കാര്യമായിരിക്കും. എന്തായിരിക്കും? ക്രിയേറ്റ് ഓർഡർ അല്ലേ? പൊതുവെ നമ്മളൊരു ഷൂല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ ആമസോണിലാണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ആൻ ഓർഡർ എന്ന് പറയുന്ന പേജിലേക്ക് പോകുക. സോ ആ പർട്ടിക്കുലർ ആയിട്ട് വരുന്ന ആ ഒരു പേജിൻ്റെ ഉള്ളിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഡിബിൻ്റെ ഉള്ളിൽ വരുന്ന സകല ഡിബുകളും അല്ലെങ്കിൽ ആ ചെറിയ ചെറിയ ആ ബോക്സുകളിലെല്ലാം നമുക്ക് കിട്ടേണ്ടത് സെയിം ഔട്ട്പുട്ടാണ്. അങ്ങനെ വരുന്ന കേസുകൾ നമ്മൾ ആ ടോട്ടൽ ആയിട്ടുള്ള ഈ ഒരു പാരന്റ് ഡിബിന് നമ്മളൊരു എന്ത് കൊടുക്കും?
ഇതേപോലെ തന്നെ ഒരു ഇവന്റ് ക്യാപ്ചറിങ് അല്ലെങ്കിൽ ഇവന്റ് ബബ്ലിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു പ്രോസസ്സ് കൊടുക്കും. അതിനെ പറയുന്നതാണ് ഇവന്റ് ഡെലിഗേഷൻ. അത് അല്ലെങ്കിൽ അതിനെ പറയുന്ന ഒരു ഇതാണ് ഫ്ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ സിമ്പിളായിട്ട് ഓരോരോ ബോക്സിൽ കൊടുക്കുന്നതിന് പകരം അതിന്റെ പാരന്റിൽ കൊടുക്കുന്നതിന് പറയുന്നത് ഇവന്റ് ഡെലിഗേഷൻ എന്നുള്ളതും, ആ ഒരു സിംഗിൾ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വരുന്നതാണ് എന്ത്, ഈ ക്യാപ്ചറിങ്, ടാർഗറ്റ് പേസ്, പിന്നെ ബബിളർ അല്ലെങ്കിൽ ബബ്ലിംഗ്. സോ ഇത് മൂന്നാണ് ശരിക്കും പോലെ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ ശിവ. നമുക്ക് അടുത്ത ചോദ്യം വരുന്നത് പ്രോമിസ് ആൻഡ് ഒബ്സർവബിൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബേസിക്കലി നമുക്ക് ആദ്യം പ്രോമിസ് എന്താണെന്ന് തന്നെ പറയാം. പ്രോമിസ് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഒബ്സർവബിൾ എന്താണെന്ന് പറയാൻ പറ്റും. അപ്പോൾ പ്രോമിസ് എന്തായിരിക്കും? പ്രോമിസ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആണെന്ന് കൺസിഡർ ചെയ്യുക. എന്താണ് ആ ഒരു ഒബ്ജക്റ്റ്? അതായത് ഒരു അസിൻക്രണസ് ആയിട്ടുള്ള ഫംഗ്ഷൻ. നമുക്കറിയാം ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സിംഗിൾ ത്രെഡഡ് സിൻക്രണസ് ലാംഗ്വേജ് ആണെന്നുള്ളത്. അതായത് ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ അല്ലെങ്കിൽ വൺ ടാസ്ക് അറ്റ് എ ടൈം മാത്രമായിരിക്കും അത് വർക്ക് ചെയ്യുള്ളൂ. സോ അതിൽ അസിൻക്രണസ് ഓപ്പറേഷൻസ് കൊണ്ടുവരാൻ സാധിക്കും. സോ അതെല്ലാം നമുക്ക് പ്രോമിസ് വെച്ച് ചെയ്യാം. സോ ഇങ്ങനെ പറയാം, ഒരു അസിൻക്രണസ് ഫംഗ്ഷന്റെ ഇവഞ്ച്വൽ ആയിട്ടുള്ളത്, അതായത് ആ ഒരു അസിൻക്രണസ് ഫംഗ്ഷൻ തിരിച്ചു വരുന്ന സമയത്ത് അത് സക്സസ് ആവാം, ഫെയിലിയർ ആവാം. സോ ഈ ഒരു സക്സസിനെയോ അല്ലെങ്കിൽ ആ ഒരു ഫെയിലിയറിനെയോ ചൂണ്ടിക്കാണിക്കുന്ന, റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്, അതാണ് പ്രോമിസ്. ബേസിക്കലി അങ്ങനെയാണ് പറയാം. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഡോക്യുമെന്റേഷനിൽ അവർ കൊടുത്തിരിക്കുന്ന ഈ ഒരു സെയിം ലൈൻ തന്നെയാണ്. അതായത് പ്രോമിസ് ഈസ് ആൻ ഒബ്ജക്ട് വിച്ച് ഗീവ്സ് ദ ഇവഞ്ച്വൽ promise is an object which represents the eventual completion or failure of a asynchronous operation. So basically അത്രയേ ഉള്ളൂ പ്രോമിസ് എന്ന് പറയുന്നത്. ഒരു അസിൻക്രണസ് ഫംഗ്ഷന്റെ ഇവഞ്ച്വൽ ആയിട്ടുള്ള ഒരു സക്സസിനോ അല്ലെങ്കിൽ ഫെയിലിയറിനോ ചൂണ്ടിക്കാട്ടുന്ന ഒരു ഒബ്ജക്ട്. സോ അതിലെന്താണുള്ള ഒരു 3 സ്റ്റേറ്റ്സ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഏതൊരു പ്രോമിസ് അല്ലെ ഏതൊരു പ്രോസസ് ആണെങ്കിലും അതിൽ ആദ്യം എന്തേ ഉണ്ടാവുള്ളൂ, ഒരു പെൻഡിങ് സ്റ്റേറ്റ്, അതായത് വർക്കിംഗ്. ഇപ്പോൾ ഒരു ക്രിക്കറ്റൊക്കെ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ക്രിക്കറ്റൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റൺഔട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം എന്തായിരിക്കും കാണിക്കുക, ഡിസിഷൻ പെൻഡിങ് എന്നുള്ളതാണ് കാണിക്കുക. അതേപോലെ തന്നെ ഈ ഒരു പ്രോമിസിൽ എന്തുണ്ടാവും, ഒരു പെൻഡിങ് സ്റ്റേറ്റ് ഉണ്ടാവും. ആ പെൻഡിങ് സ്റ്റേറ്റ് കഴിഞ്ഞാൽ അതിന് 2 സ്റ്റേറ്റ്സ് ആണ് വരാൻ സാധ്യതയുള്ളത്. ഒന്നെങ്കിൽ സക്സസ്ഫുൾ അല്ലെങ്കിൽ ഫുൾഫിൽഡ് എന്ന് പറയാം നമുക്ക്, അല്ലെങ്കിൽ റിജക്റ്റഡ്. ഈ 2 ഔട്ട്കം ആയിരിക്കും വരിക. സോ ഇങ്ങനെ ഒരു 3 സ്റ്റേറ്റ്സ് ആണുള്ളത്. സോ ഇതാണ് പ്രോമിസ്. സോ പ്രോമിസ് ഒബ്സർവബിളും, ഇനി ഞാൻ പറയാം പ്രോമിസ് ഒബ്സർവബിളും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്നുള്ളത്. പ്രോമിസ് എന്ന് പറയുന്നത് ഒരൊറ്റ ഒന്ന് മാത്രമാണ് നമ്മൾ അറ്റ് എ ടൈം കൊടുക്കുന്നത്. നേരെ മറിച്ച് ഒബ്സർവബിൾ എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് കൊടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതേപോലെ എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ആർഗ്യുമെന്റ്സ് ആണോ കൊടുക്കുന്നത്? പ്രോമിസ് എന്ന് പറയുന്നത് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യല്ലേ ചെയ്യുന്നത്. ഒബ്സർവബിൾ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ വാല്യൂസ് റിട്ടേൺ ചെയ്യല്ലേ ചെയ്യുന്നത്. അതിൽ പ്രോമിസ് എന്ന് പറയുന്നത് പ്രോമിസിന്റെ പെൻഡിങ് സ്റ്റേറ്റിൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് അൺഡിഫൈൻഡ് ആയിട്ട് റിട്ടേൺ ചെയ്യാം. അതുപോലെ തന്നെ ഫുൾഫിൽഡിൽ റിട്ടേൺ ചെയ്യുന്നത് ഒരു വാല്യൂ ആയിരിക്കും. അതുപോലെ റിജക്റ്റഡ് റിട്ടേൺ ചെയ്യുന്നത് ഒരു എറർ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഈ ഒബ്സർവബിളിന്റെ കേസിൽ എന്ന് പറയുന്നത് ഒബ്സർവബിൾ എന്ന് പറയുന്നത് ഇതുപോലെ അസിൻക്രോണസ് ആയിട്ടുള്ള ഓപ്പറേഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ പ്രോമിസ് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഒബ്സർവബിൾ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു അസിൻക്രോണസ് ഫംഗ്ഷൻ ഈഗർലി അത് എക്സിക്യൂട്ട് ചെയ്യും, ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും പ്ലേസ് ഓർഡറോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഡയറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ നമുക്ക് ഒബ്സർവബിൾ എന്ന് പറയുന്നത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് അത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അതുപോലെ പ്രോമിസിന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ ഇൻബിൽഡ് ആയിട്ടൊന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ ഒബ്സർവബിൾ എന്ന് നമുക്ക് അൺസബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്സർവബിൾ ക്യാൻസൽ ആവുകയും ചെയ്യുന്നു. ക്യാൻസലേഷൻ അല്ലേ ഉദ്ദേശിച്ചത്? ക്യാൻസലേഷൻ എന്തെങ്കിലും ആഡ് ചെയ്യാൻ ഇല്ല, ബേസിക്കലി ഇത് മാത്രം തന്നെ ഉള്ളൂ. ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഒബ്സർവബിൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. മൾട്ടിപ്പിൾ വാല്യൂസ് അല്ലെങ്കിൽ സിംഗിൾ വാല്യൂ എന്ന് പറയും. അതിനാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. അതിന്റെ അപ്പുറത്തേക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഡോക്യുമെന്റേഷൻ ഒക്കെ വായിക്കണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ പോയിന്റ്സ് കിട്ടുന്നുണ്ട്. ബേസിക്കലി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. ഓക്കെ, നമ്മൾ എപ്പോഴാണ് ഒരു ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യാതിരിക്കേണ്ടത്? അതായത് വെൻ വി ഷുഡ് നോട്ട് യൂസ് ആരോ ഫംഗ്ഷൻ, ഏത് കേസിലൊക്കെയാണ് ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യാതിരിക്കേണ്ടത്? അതെന്ന് പറയുന്നത് ആരോ ഫംഗ്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദിസ് കീവേഡ്, ദിസ് എന്ന് പറയുന്നത് അതിന്റെ ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യുന്നതാണ്. ആരോ ഫംഗ്ഷന് സ്വന്തമായിട്ടുള്ള ദിസ് കീവേഡ് ഇല്ല. അപ്പൊ നമുക്ക് ദിസ് കീവേഡ് ആക്സസ് ചെയ്യേണ്ട ഏതെങ്കിലും സിറ്റുവേഷനിൽ, ആ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യേണ്ട ഏതെങ്കിലും സിറ്റുവേഷനിൽ നമ്മൾ ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺഡിഫൈൻഡ് എന്നൊരു കാണിക്കും. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒബ്ജക്റ്റിനകത്ത് ഒരു മെത്തേഡ് വരുന്നുണ്ട്. ആ മെത്തേഡിനകത്ത് നമ്മൾ ദിസ് ഡോട്ട് വിളിച്ചിട്ട് അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസ് നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നോർമൽ ഫംഗ്ഷൻ യൂസ് ചെയ്ത്
ആക്സസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള വാല്യൂസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന കേസിൽ നമുക്ക് അൺഡിഫൈൻഡാ കാണിക്കാം. കാരണം എന്താണ്, ആരോ ഫംഗ്ഷന് സ്വന്തമായിട്ട് ഒരു ദിസ് കീവേഡ് ഇല്ല, ദിസ് ഇല്ല, ഒബ്ജക്റ്റ് റെഫറൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ പാരന്റിനെ റെഫറൻസ് ചെയ്യുക. അതിന്റെ പാരന്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ ആയിരിക്കും. നമ്മൾ ഒരു ഗ്ലോബലി ഒരു ഒബ്ജക്റ്റ് മാത്രം എഴുതിയിട്ട് അതിൻ്റെ ഉള്ള ഒരു മെത്തേഡ് എഴുതുകയാണെങ്കിൽ, അതിന്റെ ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് സ്വന്തമായിട്ട് ദിസ് കീവേഡ് ഇല്ലാത്തതുകൊണ്ട് അതിന്റെ പാരന്റിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, റെഫർ ചെയ്യുക. അതുകൊണ്ട് അൺഡിഫൈൻഡ് ആയിട്ട് നമുക്കൊരു വാല്യൂ ആയിട്ട് കിട്ടും. അതുകൊണ്ട് ആ സിറ്റുവേഷനിൽ നമ്മൾ ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ആരോ ഫംഗ്ഷൻ പറയുന്ന കേസിൽ ഹോയിസ്റ്റിക്കും കൂടി പറയാം. ആരോ ഫംഗ്ഷനിൽ ഹോയിസ്റ്റിംഗ് പോസിബിൾ ആവാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആരോ ഫംഗ്ഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ഒരു വേരിയബിളിലോട്ട് ഫംഗ്ഷൻ എക്സ്പ്രഷൻ ആയിട്ട് എഴുതുന്നത്, ഒരു വേരിയബിളിലോട്ട് ഈ ആരോ ഫംഗ്ഷൻ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക, അസൈൻ ചെയ്യുന്നത്. അപ്പൊ ഈ വേരിയബിളിനെ ജാവാസ്ക്രിപ്റ്റ് കാണുന്നത് ഒരു വേരിയബിൾ ആയിട്ടല്ലേ, അതിന് ഫംഗ്ഷൻ ആയിട്ട് കാണുന്നതിന് പകരം ഒരു വേരിയബിൾ ആയിട്ട് കാണുന്നത്. അപ്പൊ ഹോയിസ്റ്റിംഗ് നടക്കുന്നത്, ഹോയിസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് അതിനെ യൂസ് ചെയ്യാം. അതുപോലെ ഇതൊരു കമ്പൈലേഷൻ ഫേസിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഹോയിസ്റ്റിംഗ് എന്ന് പറയുന്നത്. കമ്പൈലേഷൻ ഫേസിൽ ഈ ജാവാസ്ക്രിപ്റ്റിലുള്ള കോഡ്, ജാവാസ്ക്രിപ്റ്റ് എഞ്ചിൻ എന്ത് ചെയ്യുന്നു, ഈ വേരിയബിൾസിനെ എല്ലാം അതിന്റെ സ്കോപ്പിന്റെ തൊട്ട് മുകളിലോട്ട് മൂവ് ചെയ്യുന്നതിനാണ് ഹോയിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. ഇതുപോലെ ആരോ ഫംഗ്ഷൻ തൊട്ട് മുകളിലോട്ട് മൂവ് ചെയ്യുന്ന കേസിൽ അതിനൊരു വേരിയബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിനെ ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ അൺഡിഫൈൻഡ് എന്നുള്ളൊരു വാല്യൂ കാണിക്കും. ആ അൺഡിഫൈൻഡ് എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടാൻ കാരണം ജാവാസ്ക്രിപ്റ്റില് വേരിയബിൾസ് മാത്രമാണ് ഹോയിസ്റ്റ് ചെയ്തിട്ടുള്ളൂ, അതിനുള്ള വാല്യൂ ഹോയിസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അതിനുള്ള ഒരു വാർ A=10 എന്ന് കൊടുത്താൽ പോലും നമുക്ക് അൺഡിഫൈൻഡാ കിട്ടുക, ആ വാല്യൂ കിട്ടുന്നില്ല. കാരണം ജാവാസ്ക്രിപ്റ്റ് അത് ഹോയിസ്റ്റ് ചെയ്തിട്ടില്ല, വാല്യൂസിനെ ഹോയിസ്റ്റ് ചെയ്തിട്ടില്ല, വേരിയബിൾസിന് മാത്രമാണ് ഹോയിസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ് യൂസ്ട്രിക്ട് മോഡ്? നമ്മൾ എന്തിനാണ് യൂസ്ട്രിക്ട് യൂസ് ചെയ്യുന്നത്? യൂസ്ട്രിക്ട് എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് മോഡാണ്. നമ്മളിപ്പോ വേരിയബിൾ ടൈപ്പ് എന്ന് പറയുമ്പോൾ വാർ, ലെറ്റ്, കോൺസ്റ്റ് അതില്ലാതെ തന്നെ നമുക്ക് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്താലും ജാവാസ്ക്രിപ്റ്റ് എറർ കാണിക്കില്ല. പക്ഷെ അത് ഒരു പ്രോപ്പർ വേ അല്ല കോഡ് എഴുതുന്നത്. നമുക്ക് കോഡ് എഴുതാൻ ഒരു പ്രോപ്പർ വേ ഉണ്ട്. ആ വേ ഫോളോ ചെയ്യാനും അതുപോലെ ഇതുപോലെ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ആ വേരിയബിൾ യൂസ് ചെയ്യുക, അതെല്ലാം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു പ്രോപ്പർ ആയിട്ട് കോഡിനെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ്ട്രിക്ട് മോഡ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ വേരിയബിൾ ടൈപ്പ് യൂസ് ചെയ്യാതെ തന്നെ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എറർ കാണിക്കും. യൂസ്ട്രിക്ട് മോഡിൽ അത് അലോ ചെയ്യില്ല. ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ ശിവ അതിൽ എക്സ്ട്രാ ആഡ് ചെയ്യാൻ? അത് നോക്കുന്ന സമയത്ത് സ്കോപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കോപ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ലെറ്റ് അല്ലെങ്കിൽ കോൺസ്റ്റ് എന്ന് പറയുന്ന കീവേഡ്സുകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഈ ES6 ബ്ലോക്ക് സ്കോപ്പ് എന്ന് പറയുന്ന ഒരു സ്കോപ്പൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സോ അതിലുള്ളതാണ് ഈ ഒരു ഓട്ടോമാറ്റിക്കലി ഗ്ലോബൽ എന്ന് പറയുന്ന സ്കോപ്പ്. അപ്പോൾ ഇപ്പോൾ അമൃത പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു X=10 എന്ന് പറഞ്ഞിട്ട് വെറുതെ അസൈൻ ചെയ്തു, വാറോ ലെറ്റോ കോൺസ്റ്റോ കൊടുക്കാതെ അങ്ങനെ കൊടുക്കുന്ന വേരിയബിൾസിനെല്ലാം ഓട്ടോമാറ്റിക്കലി ഗ്ലോബൽ എന്ന് പറയുന്ന സ്കോപ്പിലേക്കാണ് അസൈൻഡ് ആവുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നിലവിൽ എറർ കാണിക്കില്ല, കാരണം അത് നമ്മൾ ആ ഒരു X യൂസ് ചെയ്യാത്തോളം തന്നെ നമുക്ക് ആ ഒരു എറർ വരില്ല. സോ ഇൻ കേസ് നമ്മൾ ആ ഒരു X എവിടെയെങ്കിലും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ആ ഒരു എറർ വരും. സോ എറർ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും, നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആവും. സോ ഇൻ കേസ് അങ്ങനെ വരാതിരിക്കാം, അതായത് നമ്മളറിയാം 1, 10 അല്ലെങ്കിൽ 100 കോഡ് വരുന്നതല്ല, ഒരു 1000, 2000 കോഡുകൾ വരുന്നതാണ്. സോ ഇതിൽ എവിടെയാണ് നമ്മൾ ആ ഒരു X അൺഡിഫൈൻഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഡിക്ലെയർ ചെയ്യാതെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. സോ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് സ്ട്രിക്റ്റ് എന്ന് പറയുന്നത് മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബെറ്റർ എന്ന് പറയുന്നത് നമുക്ക് ആ സ്കോപ്പ് കൂടി നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിലുണ്ട്. നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത് ഒരു 3 ടൈപ്പ് സ്കോപ്പാണ്. അതായത് ഒരു ഫങ്ഷണൽ സ്കോപ്പ് ഉണ്ട്, ബ്ലോക്ക് സ്കോപ്പ് ഉണ്ട്, പിന്നെ ഗ്ലോബൽ സ്കോപ്പ്. അങ്ങനെ ഒരു 3 സ്കോപ്പാണ് പഠിക്കാനുള്ളത്. അതിന്റെ കൂടെ തന്നെയുള്ളതാണ് ഈ ഓട്ടോമാറ്റിക്കലി ഗ്ലോബൽ എന്ന് പറയുന്ന സ്കോപ്പ്. സോ അതിലാണ് ഈ പറയുന്ന ഒരു യൂസ് സ്ട്രിക്റ്റ്, അതായത് യൂസ് സ്ട്രിക്റ്റിന്റെ ആ ഒരു ഉപയോഗം വരുന്നത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതും കൂടിയുള്ള ഒരു ആഡ് ഓൺ ആയിട്ട് പറയാം. പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒബ്ജക്റ്റിലുള്ള പ്രോപ്പർട്ടീസും മെത്തേഡ്സ് എല്ലാം ഇൻകറക്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഈ പ്രോട്ടോടൈപ്പിൽ നിന്നാണ്. കാരണം ഈ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച കുറെ കോഡ്സുകളാണ്. ഇപ്പൊ നമ്മൾ അറേ ഡോട്ട് എന്ന് അടിക്കുമ്പോൾ തന്നെ ലെങ്ത് ബാക്കിയുള്ള കുറെ സജഷൻസ് വരുന്നത് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ച ഫംഗ്ഷൻസ് അതിന് നമ്മൾ എടുത്ത് യൂസ് ചെയ്യുക ചെയ്യുന്നത്, ഇൻകറക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അതിൽ പ്രോട്ടോടൈപ്പിൽ നിന്നുണ്ട്. പ്രോട്ടോടൈപ്പിൽ നിന്ന് ചെയ്യുന്നത് ആദ്യം നമ്മളെ ഒബ്ജക്റ്റിലുള്ളത് ചെക്ക് ചെയ്യും, നമ്മുടെ ഒബ്ജക്റ്റിൽ ആ മെത്തേഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് പുറത്തുള്ള ഇതുപോലെ പ്രോട്ടോടൈപ്പിൽ പോയിട്ടുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഇൻകറക്റ്റ് ചെയ്ത് കൊണ്ടുവരുള്ളൂ. അതാണ് പ്രോട്ടോടൈപ്പിൽ എന്ന് പറയുന്നത്. ഈ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ ഒബ്ജക്റ്റിനകത്തുള്ളൊരു ഒബ്ജക്റ്റ് ആണോ, അങ്ങനെയാണോ? ഒരു ഒബ്ജക്റ്റിനകത്തുള്ള ഒബ്ജക്റ്റ് അല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിലുള്ള മെത്തേഡ്സും പ്രോപ്പർട്ടീസും കാര്യങ്ങളെല്ലാം എവിടെ നിന്നാണ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത്, നമുക്ക് ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്, നമുക്ക് ഇതെല്ലാം പ്രോട്ടോടൈപ്പിൽ നിന്നാണ് കിട്ടുന്നത്.
മീൻസ് നമ്മളിപ്പോ അറേ ഡോട്ട് എന്നൊക്കെ അടിക്കുന്ന സമയത്ത് തന്നെ അതിന് കുറെ സജഷൻസ് അതെ, അതൊരു നെസ്റ്റഡ് ഒബ്ജക്റ്റ് ആണോ, അങ്ങനെ എന്തെങ്കിലും ആണോ? ഓരോ ഒബ്ജക്റ്റിനും അങ്ങനെയല്ല. എന്നല്ല. അത് നമുക്ക് എങ്ങനെ പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാവാ സ്ക്രിപ്റ്റിന്റെ ഒരു വലിയൊരു ഫീച്ചറാണ് ഈ ഒരു പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അതായത് സോ ബേസിക്കലി സിയിൽ എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഫിമിഗേഷൻ ചെയ്യുന്നവരാണെങ്കിലും സിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കോഡ് എഴുതിയിട്ടാണ് സോർട്ട് ചെയ്യുന്നത്. സോ ജാവാ സ്ക്രിപ്റ്റിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി അവർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് കോഡ് ഓൾറെഡി ലൈബ്രറി ഫംഗ്ഷൻസ് നമ്മൾ വിളിക്കുന്നുണ്ടല്ലോ, ലൈബ്രറി ഫംഗ്ഷൻസ് ഒന്നും നമ്മളായിട്ട് എഴുതുന്നതല്ല, ഓട്ടോമാറ്റിക് എഴുതി വെച്ചിട്ടുള്ള ആരൊക്കെ കോഡേഴ്സ് എഴുതി വെച്ചിട്ടുള്ളതാണ്, കോഡിങ് ചെയ്തവർ എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം ഹിഡൻ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സോ പറയാൻ ഇങ്ങനെയാണ് പറയാ, ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്ട്സിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിന്റെ മെത്തേഡ്സിനെ എല്ലാം ഇൻഹെറിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സോർട്ട് അറേ ഡോട്ട് സോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സോർട്ട് ആവുന്നുണ്ട്. സോ അതിന്റെയൊക്കെ ഫംഗ്ഷൻസോ അല്ലെങ്കിൽ അതിന്റെയൊക്കെ കോഡ് ഇതൊക്കെ ഓരോ പ്രോപ്പർട്ടീസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ അങ്ങനെയാണ് പറയുന്നത്. സോ നെസ്റ്റഡ് ഒബ്ജക്ട്സ് അങ്ങനെ പറയാൻ പറ്റില്ല. നിലവിൽ ഇങ്ങനെയുള്ള ഒരു ഒബ്ജക്ട്സിന്റെ എല്ലാം പ്രോപ്പർട്ടീസ് ഇങ്ങനെ ഓരോ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഒബ്ജക്ട് മെത്തേഡ്സിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ അങ്ങനെ ഓരോ പ്രോപ്പർട്ടീസിനെല്ലാം ഇൻഹെറിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ അതാണ് ഈ ഒരു ARR ഡോട്ട് പ്രോട്ടോടൈപ്പ് ഡോട്ട് എന്നൊക്കെ കൊടുക്കുന്നത്. നമുക്കൊരു ലിസ്റ്റ് തന്നെ വരുന്നത് ആ ഒരു ബ്രൗസറിന്റെ ഉള്ളിൽ, പിന്നെ അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത്. സോ ആ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്നതാണ് ഈ ഒരു ഇൻഹെറിറ്റൻസ്, പ്രോട്ടോടൈപ്പ് എന്നുള്ളത്.